അഡ്വാൻസ് ബുക്കിംഗ് തരംഗമായി ടൊവിനോ തോമസ് ചിത്രം പള്ളിച്ചട്ടമ്പി. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആണ് വീണ്ടും പുതിയൊരു വീഡിയോ ഇട്ട് സദാ. അപ്പം ഇന്നത്തെ വീഡിയോ ഫോട്ടോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ടൊവിനോ തോമസ്, വിജയരാഘവൻ, ജോണി ആന്റണി, സുധീർ കരമന, ശ്രീജിത്ത് രവി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ജനഗണമന, ക്യൂൻ തുടങ്ങിയ ഹിറ്റ് സിനിമകൾ അണിയിച്ചിരിക്കെ ഡിജോ ജോസ് ആന്റണി ഡയറക്ട് ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന സിനിമ. 1980 കാലഘട്ടത്തിലെ കഥ പറയുന്ന ചിത്രം യഥാർത്ഥ കഥയെ ആസ്പദമാക്കിയാണ് ഒരുക്കിയിരിക്കുന്നത്. ജെയ്ക്സ് ബിജോയാണ് ചിത്രത്തിനായിട്ട് മ്യൂസിക്കൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഇതിനോട് തന്നെ ചിത്രത്തിൻ്റെതായിട്ട് പുറത്തുവന്ന സോങ്ങുകൾക്കെല്ലാം തന്നെ മികച്ച റെസ്പോൺസ് നേടിയെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടാണ്. ഇപ്പോൾ ചിത്രത്തിന്റെ പ്രീ റിലീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ അഡ്വാൻസ് ബുക്കിംഗ് ഒരു തരംഗം സൃഷ്ടിക്കാൻ ടൊവിനോ ചിത്രത്തിന് സാധിക്കുന്നുണ്ട്. വാഴ 2 എന്ന് പറയുന്ന സിനിമ വൻ വിജയം നേടി മുന്നേറുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ രണ്ട് ചിത്രങ്ങൾ ഈ വിഷു പ്രമാണിച്ച് ബുധനാഴ്ച തിയേറ്ററിലോട്ട് എത്തുന്നത്. ഇപ്പോഴത്തെ പള്ളിച്ചട്ടമ്പിയുടെ പ്രീ റിലീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കേരള ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം 50 ലക്ഷം രൂപ ചിത്രം പിന്നിട്ടതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ഇന്ന് വൈകിട്ടത്തോടുകൂടി തന്നെ ചിത്രം ഏകദേശം 1 മുതൽ 2 കോടി രൂപ വരെ പ്രീസെയിലൂടെ സ്വന്തമാക്കാനുള്ള സാധ്യതകളുണ്ട്. വിഷു ആയതുകൊണ്ട് തന്നെ, അവധി ദിവസം ആയതുകൊണ്ട് തന്നെ പ്രഷർ ഇടിച്ചു കുത്തിയ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിലോട്ട് എത്തുന്ന ഒരു കാഴ്ച നിലവിൽ ബുക്കിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് കാത്തിരിക്കുക ചിത്രത്തിൽ മികച്ച ഒരു കളക്ഷനും മികച്ച അഭിപ്രായങ്ങളും സ്വന്തമാക്കാൻ സാധിക്കുമെന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി നിങ്ങൾ ആരൊക്കെയാണ് കാത്തിരിക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.